കുറച്ചു നേരം മുമ്പ് ലൈവില് ടാസ്ക് ലെറ്റർ വായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജാസ്മിൻ പറയുന്നു, എനിക്ക് ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല ബിഗ് ബോസ്, വീട്ടിൽ നിന്നും ഡ്രസ്സൊന്നും അയക്കുന്നില്ല, പുറത്ത് നെഗറ്റീവ് വരുമെന്ന് കുറെയൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ വൈൽഡ് കാർഡ് എൻട്രീസ് പറയുന്നത് മറ്റു പലതുമാണ്. അതിന് മുകളിൽ പോയതായിട്ടാണ് അവര് പറയുന്നത്. ചിലപ്പോൾ അത് അവരുടെ ഗെയിം ആയിരിക്കാം, പക്ഷെ എന്റെ മാക്സിമം കഴിഞ്ഞിട്ടും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ആഗ്രഹം കൊണ്ടാണ് ബിഗ് ബോസ്, ഇവിടെ നിൽക്കണം, ജയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇതാണ് ജാസ്മിൻ ചെറു പുഞ്ചിനിയോടെ പറഞ്ഞ ജാസ്മിന്റെ വിഷമങ്ങൾ. അപ്പൊ ബിഗ് ബോസ് മറ്റേ യൂഷ്വൽ മോട്ടിവേഷൻ കൊടുക്കുന്നു. നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ്, പക്വതയുള്ള മത്സരാർത്ഥിയാണ്, നിങ്ങളൊരു ക്യാപ്റ്റൻ കൂടിയാണ്, അതനുസരിച്ച് പെരുമാറണം, അങ്ങനെയൊക്കെ പറയുന്നു ജാസ്മിന്റെ അടുത്ത്. ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വെളിപ്പെടുത്തലാണ് വീട്ടിൽ നിന്നും വസ്ത്രങ്ങൾ അയക്കുന്നില്ല എന്നത്. കുടുംബത്തിലുള്ളവര് അല്ലെങ്കിൽ ഈ പറയുന്ന വസ്ത്രങ്ങൾ അയക്കാൻ ചുമതലപ്പെടുത്തിയവര് ജാസ്മിനെതിരായിരിക്കുന്നു എന്നൊരു തോട്ട് ഉണ്ട് ജാസ്മിന്. അതാണ് ഇന്ന് കൺഫെഷൻ റൂമിൽ ജാസ്മിൻ വെളിപ്പെടുത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ഷോക്കിംഗ് ആയ കാര്യമൊന്നുമല്ല, കയ്യിലിരിപ്പിന്റെയാണ്. ആ ഒരു സാധനം നന്നാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.